അവന്റെ പേര് പറഞ്ഞപ്പോ കൊച്ചപ്പിന്ന് പറഞ്ഞടാ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കിൽ പോയിട്ട് ബ്രോ ഇങ്ങനെ നിക്കാൻ പറ്റില്ലല്ലോ. നീ സംസാരിച്ചു തുടങ്ങിയിട്ട് ടൈം കാൽക്കുലേറ്റ് ആവത്തില്ല കേട്ടാ മോനെ. ഇവനെന്താ വാർക്കൂലേ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞു വരട്ടെ അവരുടെ എല്ലാം കഴിഞ്ഞു വരട്ടെ. സംസാരിക്കാത്ത അനുസരിച്ച് അരമണിക്കൂർ വെച്ചാണ് അവൻ പേര് പറഞ്ഞ അങ്ങനെയാടാ. നീ ഇവിടെ പേര് പറ, നീ വാഴക്കുന്ന വരെ ഇവിടെ നിൽക്കേണ്ടി വരും കേട്ടാ. പേര് പറഞ്ഞില്ല അടിക്കാൻ വലിയ തുടുപ്പാണല്ലോ ഇപ്പൊ. നിനക്ക് പേര് പറയാൻ വയ്യേ? ഹലോ വാർക്കൂല ഇവൻ ആരിവൻ? ഏടാ ഒന്ന് മണ്ടാടാ. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. വരുമില്ലേ നോക്കല്ല. അദൃശ്യ ശക്തികൾ ഉണ്ടെങ്കിൽ അത് നടക്കൂല. ഇപ്പൊ പഴയ കൂട്ടല്ല. എന്താടോ ഒന്ന് അനങ്ങിയെങ്കിലും ചെയ്യടാ. വായെങ്കിലും NPC-യിലേക്ക് മാറിയവൻ. ഇല്ല, അവിടുന്ന് വരുമ്പോള് നമ്മളോട് പേര് എടാ അവിടുന്ന് പറഞ്ഞാലേ വേണ്ടത്തുള്ളൂടാ. സംസാരിക്കുന്നില്ല ബ്രോ, സംസാരിക്കുന്നില്ല. എന്താ ബ്രോ ഇങ്ങനെ ബിഹേവ് ചെയ്യല്ലേ? ആളുണ്ട് തല തലേനങ്ങന്ന് ബുദ്ധിയില്ലേ ബ്രോ? ബ്രോ ഇവ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തല അങ്ങനെ അനങ്ങോടാ? അല്ലേ ഇതാ ഞാൻ മൗസ് അനക്കുന്നില്ലേ? മൗസ് അനക്കുന്നില്ല, തല അനങ്ങുന്നില്ലല്ലോ. പറഞ്ഞിട്ട് പോലും നിനക്ക് മൗസ് അനക്കുന്നില്ല, തല അനങ്ങുന്നില്ല. മൗസ് ലെഫ്റ്റിലോട്ട് അനക്കി. അതാ ഇപ്പൊ അനങ്ങി. പിന്നെന്താ അവന്റെ അടുത്ത് പേര് വെച്ചു. എന്റെ പേര് കൊച്ച. കിങ്ങിന്റെ അണ്ടി വെച്ചിട്ട് പോടാ പുണ്ടച്ചുവനെ. കിങ് ആണെങ്കിൽ വേറെ എല്ലായിടത്തും പോയി സ്പാം ചെയ്യും. ഇവിടെ വന്ന് മുമ്പണം എന്തിനാ എന്റെ ഒരു കിങ്ങിനെ കൊണ്ട്? സിറ്റിക്കകത്ത് മറ്റേ ആൾക്കാർ നിന്റെ കൂടെ ഇതേപോലത്തെ നിന്നെ പോലെ 3 മണ്ണ കൂടെ ഉണ്ടായാലേ നീ സംസാരിക്കുള്ളൂ. എന്നാ 3 മണ്ണോടെ ഞങ്ങളോട് കൊണ്ടുവരട്ടോ. പിന്നെ അത് ഒരാളെല്ലാം എടുക്കാൻ ഞാനൊരു തന്നെ കൊന്നു വിട്ടെ പേര് പറഞ്ഞേന്. മാത്രം ഉള്ളായിരുന്നാണ് അവിടെ. ഇവിടെ 4-5 പേരുണ്ടായിരുന്നു. നീ ഒന്ന് പേര് 10 വട്ടം പറഞ്ഞിട്ട് ഏത് ഇത് അപ്പിന്നുണ്ടോ? നീ അവനെ കൊന്നേ. അവന്റെ പേര് എന്താ കരിമീൻ കൂടെ ചാർലി എന്ന് പറഞ്ഞപ്പോലെ ഇവൻ കൊന്നു. ചാർലിന്റെ കൊന്നു. വെടിവെക്കാൻ മാത്രമേ അവന്റെ കൈ അനങ്ങുള്ളൂ, വായൊന്നും അനങ്ങൂലേ? കഷ്ടമാണ്. ബ്രോഡി ഹലോ. ദൈവം വന്ന് എന്തായിരുന്നു അരമണിക്കൂർ കേട്ടോ. പിന്നെ ചോദിക്കും ടൈം കൂട്ടി ഇത്ര നേരം വേണ്ടാണ്ടിരിക്കല്ലേ. പിന്നെ ഫാമിലി ആണോ? ഫാമിലി മെമ്പർ ആണോ? അല്ലല്ല. അല്ലല്ല. ഓക്കെ. അപ്പൊ ഞാൻ വെറുതെ സിറ്റി പോണം. നീ സിറ്റിസൺ ആണെങ്കിലേ നീ സിറ്റിസന്റെ രീതിയിൽ നടക്കണം സിറ്റി, മനസ്സിലായ? അല്ലാതെ ഇവിടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് നീ മെസ്സിറക്കാൻ നിൽക്കരുത്. ഇതുപോലെ കൊണ്ടൊന്നും നിർത്തും. അല്ലല്ല, നിന്നോട് പേര് ബോധിപ്പിക്കാൻ നീ ആരാടാ? നിന്നോട് പേര് ഓർമ്മയില്ല. കൂടുതലും നീ കണ്ടിട്ട് കത്തിച്ചു വിട്. ചത്ത് പോയല്ലോ മച്ചു. അപ്പിയായി പോയി. കൂടുതലൊന്നും വാള് പോയി കത്തി വന്നു. ഡും 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 ഐറ്റ് പോയി. ഇനി എന്തൊക്കെ വരുമോ? ഡും 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 ഡും.
ഡം 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 ഡം. സിറ്റിസൺ ഗണ്ണ് അയ്യോ അത് പിടിച്ചിരിക്കലാണ്. കത്തൂല്ലടാ. ആള് പോയി കത്തി വന്നു ഡും 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 ഡും. കൊച്ചപ്പിന്ന് ഒരു കൊച്ചുവാണെന്ന് വരെ പേരിട്ട് ബ്രോ. പറഞ്ഞോ. ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഒരു MRC ആണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് സിറ്റിസൺ ആണെന്നാ പറഞ്ഞത്. ചോദിച്ചപ്പോ MRC ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. മനസ്സിലായി മനസ്സിലായി. ശരിക്കും ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിറ്റുവേഷൻ എടുക്കരുത്, സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ടത്. പക്ഷെ ശരിക്കും മാക്കെ ഞാൻ ഇപ്പോഴും പറയാം, ഞങ്ങൾക്ക് ഫ്രണ്ട്ലി ഞങ്ങൾ KV മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അത് അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കാനുള്ള കാരണം നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന് കുറച്ച് കുണ്ണാൾ എന്നെ മുമ്പിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവന്മാരുടെ അടുത്ത് എനിക്ക് ആ വിലയുള്ളൂ. എനിക്ക് അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ ആൾക്കാരെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് മുമ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കത് കണ്ടോണ്ടിരിക്കാൻ അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ അത്രയും ഞങ്ങൾക്കൊരു ഡൗൺ ടൈം വന്ന സമയത്ത് നമ്മളെ ബാക്ക് ചെയ്ത ഒരു പെർട്ടിക്കുലർ ആൾക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് KVയോട് നമ്മുടെ ഇത് റെപ്രസെന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോ KV ആയിട്ട് ഫ്രണ്ട്ലി ആയത്. KV മാത്രമാണ് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഒരു സിറ്റുവേഷൻ എടുക്കാതെ പോയത്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. അത് കുറച്ച് ദിവസമായി. അതിനി നിങ്ങൾക്ക് എന്ത് വേണേ പറയാം, നമുക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം എന്തായാലും ഇല്ല. അങ്ങനെയാണ് നേരത്തെ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ സെറ്റിൽ ആവുന്നതിനോ വന്നിടത്ത് അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ TV ആയുടെ പേര് കേട്ടെടുക്കുന്നു, പ്രോപ്പർലി TV ഇല്ലാതെ TV ആണെന്ന് അറിഞ്ഞിട്ട് ഇമാര് സിറ്റുവേഷൻ എടുത്തായിട്ട് എന്റെ അറിവിൽ ഇതേവരെ ഇല്ല. ഇന്നത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞാൽ ഇവന്മാര് നിങ്ങളുടെ MRC-ലുള്ളമാര് KV-ലുള്ള ഏതൊരുത്തിനെ ഗണ്ണേം ഇതിൽ കൊന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനൊരു ഓലനുണ്ടായിരുന്നു, നമ്മളൊരു വണ്ടിയിൽ നമ്മൾ തൊട്ടപ്പുറത്തെ റോഡിന് പറയുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഞാൻ ഇവന്മാര് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്, ഞാൻ റൈറ്റ് സൈഡിൽ നിൽക്കണം. റൈറ്റ് സൈഡിൽ നിൽക്കണ തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വല്ലവരാണെന്ന് വിചാരിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് ചോദിച്ചു, ഈ ചത്തി കിടക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. അതിന് പിന്നെ വന്നിട്ട് പേരെന്താന്ന് ചോദിച്ചു. പേരെന്താന്ന് ചോദിച്ചു, ഞാൻ തിരിച്ചു ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അവന് പേര് പറയാൻ പറ്റിയില്ല. ഞാനും പേര് പറഞ്ഞില്ല. ആ സമയത്ത് ഇവൻ വണ്ടി മിക്കിട്ട് അടിച്ചിട്ട് ലോലൻ അങ്ങ് അടിച്ചു വന്നു. ലോലൻ അടിച്ചു വന്നിട്ട് എന്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. എന്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്ത് ഞാനും ഇറങ്ങി, എന്നെയും ചുമ്മാ അടിച്ചു വന്നു. അതിന്റെ ആവശ്യം എന്താ? വണ്ടിയിൽ നിന്ന് പിടിക്കാത്തവര് എല്ലാവരും അടിക്കാണ് ഇവന്മാര്. അതാണ് ഇപ്പൊ നടന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ അടുത്ത് ഞാൻ സിറ്റുവേഷൻ ഒന്നുകൂടെ കണ്ടു നോക്ക്. ഷേക്ക് ബാക്കപ്പ് ഒന്നും അല്ല, ഒന്നും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഗണ്ണെടുത്തിട്ടില്ല. ഇവൻ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ഇവൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ ബ്രോ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ അടിച്ച. വണ്ടിക്കകത്ത് ഓൾറെഡി ലോലനെ കൊന്ന്. നമുക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറയും. നമ്മള് ഇതുവരെയുള്ള ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഞങ്ങള് തിരിച്ചു ഉപദ്രവിക്കാൻ ഞങ്ങൾ വരാറില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടിച്ചിടുന്നതിലൊന്നും എനിക്ക് ഒരു രീതിയിലും ഇത് സോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സോൾവ് ചെയ്യുന്ന കാര്യത്തിലല്ല അവസാനം ഞാൻ വന്നത്. ഞാൻ അത് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരടിച്ചത് നമുക്കും അത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രോപ്പർ കാര്യം എന്താണെന്നൊന്നും രണ്ട് സൈഡ് കേൾക്കണല്ലോ, അവരുടെ സൈഡ് കേട്ടോ. അപ്പൊ ഇവരോടൊന്നും കേൾക്കാൻ നല്ല സോൾവ് അങ്ങനെയല്ല. ഞാൻ പറയണത് അങ്ങനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മാക്കെ ഷെയ്ക്ക് നിങ്ങളുടെ അടുത്തൊക്കെ നമുക്ക് റെസ്പെക്ട് ഉള്ളത്. അതുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കണം. ഒരു രീതിയിലും മോശമായിട്ട് ഞങ്ങൾ സംസാരിക്കത്തില്ല. പക്ഷെ ഇത് കിട്ടാത്ത ഇത് തരാത്തത് അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പൊ അവര് വന്ന് ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും അത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ തിരിച്ച് സിറ്റുവേഷൻ എടുക്കാനേ പറയത്തുള്ളൂ. കാരണം പലപ്പോഴും പലവട്ടം ഇതിനു മുമ്പ് എന്റെ ഗ്യാങ്ങിലെ മെമ്പേഴ്സിന്റെ സിറ്റുവേഷൻ ആവുന്ന സമയത്ത് ഫ്രണ്ട്ലിന്നും അതൊന്നും എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ ഒരു സമയത്ത് ഞാൻ ഒഴിവാക്കി വിട്ടതിന്റെയാണ് ഇവിടെ ഈ ഇൻ ബിറ്റ്വീൻ ദ ഗ്യാങ്ങിൽ എനിക്ക് പല ഇഷ്യൂസ് ഉണ്ടായത് ഇതിനു മുമ്പ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ചില സിറ്റുവേഷൻസ് വേണ്ടെന്ന് പറയും. അപ്പോ ആ സമയത്ത്
വേറെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി സിറ്റുവേഷൻസ് എടുക്കും, ഞാൻ ലാസ്റ്റിൽ ഇതാവും, അങ്ങനെ കുറെ വട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്റെ കൂടെ വയ്ക്കുന്ന മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അത് ചോദിച്ച് ക്ലിയർ ആക്കി വിടുക എന്നുള്ളത് പിന്നത്തേക്ക് സംസാരിക്കാൻ പിന്നെ ഇതാക്കാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇനി ടിവിക്ക് ഇല്ല. നമ്മളത് അന്നോട്ടെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരു 7 മാസമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് MRCയുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾക്ക് വേറെ നിങ്ങളോട് ദേഷ്യം അതൊന്നും അല്ല. ഈ ഒരു കാര്യത്തില് ഇവര് ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടില്ല. ഇവന്മാര് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടില്ല. നിങ്ങൾ വെടിവെച്ച് നമ്മുടെ കൂട്ടത്തില് 2 പേരെ ഡൗൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് പോലും. അല്ല, ഞാൻ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് TV ആണെന്ന്. അങ്ങനെയാണ് അത് മാക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാക്കെ. ചോദിച്ചു ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് വെടിവെക്കേണ്ട അല്ല മാക്കെ പേര് ഇങ്ങോട്ട് ചോദിച്ചു നോക്കി. അപ്പൊ പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോ പറഞ്ഞ എന്താ പേര് ഇങ്ങോട്ട് ചോദിച്ചാൽ അപ്പൊ തിരിച്ചു ചോദിച്ചായിരുന്നു പറയാൻ പറ്റില്ല. അവനെ വെടിവെക്കണം. അവന്റെ ഗുണ്ടായ്സൊക്കെ അവന്റെ നിങ്ങളുടെ നമ്മുടെ വണ്ടയ്ക്ക് എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഗുണ്ടായ്സൊക്കെ വേറെ നമ്മള് TV ആയിട്ട് ഒരിക്കലും സിറ്റുവേഷൻ എടുക്കരുത് എന്നാണ് നമ്മളത് ക്ലിയർ കട്ട് ആയിട്ട്. എന്റെ പൊന്നു ശരിക്കും ഞാൻ ഇപ്പോഴും പറയുവാണ്, അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്, ഒരു സംശയമില്ല. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ ഒറ്റ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. ഇതിന് മുന്നേ ഉള്ള 2-3 സിറ്റുവേഷനിൽ TVയെ നമ്മുടെ ഒരുപാട്, അതായത് ഒരു സിറ്റുവേഷനിൽ 3-4 പേരെ, അതിനുശേഷം ഒരു 5-6 പേരെ അടിച്ചിട്ട സിറ്റുവേഷൻ നിങ്ങളാണ് ഫസ്റ്റ്. അല്ല ഒരു മിനിറ്റ് സ്നൈപ്പേ, മറ്റേ ഞാൻ പഴയ കാര്യമാണ്, ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. ഇല്ല, வந்து ஒரு ஹாய் சொன்னாலும் கோச் அப்படின்னு நீ പറയും. ஓகே, நான் வந்து ഈ ഗെയിം കളിக்கிறது 4 months ആയിട്ട്, ബട്ട് വില്ലു ഒരു 5 വർഷமா വളർறான். ഓക്കേവാ, അവന്റെ വോയിസ് തെരിയില്ലെന്ന് എപ്പോഴാ നീ പറയാൻ പോലും. എനിക്ക് അത് അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അതല്ല പറഞ്ഞത്. ഓക്കെ, അത് അവരോട് ഞാൻ സംസാരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനുകളിൽ 2-3 പ്രാവശ്യം ആയാലും, എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം എന്തോ സിറ്റുവേഷൻ ആയിട്ടുണ്ട്, മറ്റേ മോണിറ്ററിംഗ് ടൈം അടക്കം. അതിനകത്ത് ആദ്യമേ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ആദ്യത്തെ സിറ്റുവേഷൻ അടക്കം ഈ അറിയാതാണെന്നുള്ള സാധനം പറഞ്ഞപ്പോഴാണ് നമ്മളും മാറിപ്പോയത്. ഇല്ല, അതൊരു മൊണ്ണേന്ന് പറഞ്ഞത് കുണ്ണാന്നാക്കി എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ അടിപൊളിയത്. മുതുക്ക് റിപ്പയർന്ന് ഇതേപോലെ അപ്പാപ്പനൊക്കെ ഇതേപോലെ മനഃപൂർവ്വം അപ്പാപ്പനെ അറിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നത് അതല്ല, നമ്മളെ ബ്രോ അവിടെ കുണ്ണാന്ന് വിളിച്ചിട്ടാണ് നമ്മളെ ട്രിഗർ ആവുന്നത്. അവന് മോണിറ്ററിംഗ് ടൈമിലാണ് നിങ്ങളാണ് അടങ്ങി ഒടുങ്ങി പോകേണ്ടത്. ഇല്ല റാശ ഒരു മിനിറ്റ് ആണ്. നിങ്ങൾക്ക് മോണിറ്ററിംഗ് ടൈമിലാണെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കല്ലെന്ന് നിങ്ങൾക്ക് അറിയാവോ? വള്ളി എടുക്കാതെ മാന്യമായിട്ട് പോകേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണോ? ശരിക്കും പറ, ഉത്തരവാദിത്വം പറ. ആണോ? എന്നിട്ട് കുണ്ണാന്ന് വിളിച്ചിട്ട് ബ്രോ ഗ്യാങ് ഡ്രസ്സിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വള്ളി എടുക്കുവോ? കുണ്ണാന്ന് വിളിക്കുവോ ഒരു പ്ലെയറിനെ പോയി? ഈ റീസൺ തന്നെ ധാരാളമാ. ഇതൊക്കെ അന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഇവരെ പ്രഷർ ചെയ്യിപ്പിച്ച് സിറ്റുവേഷൻ ഒക്കെ ചാർലിന്റെ സിറ്റുവേഷൻ സിറ്റുവേഷൻ ഓഫ് കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മതി. നമ്മൾ ഇത്രയും നാള് നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഒതുക്കി, OC പോലും ഞാൻ പറഞ്ഞു ഒതുക്കി വെച്ചിരിക്കുക. ഇവര് ഗ്രൂപ്പിൽ വന്ന് പലയിടത്തും ചോദിക്കും സിറ്റുവേഷൻ എടുക്കണോ, സിറ്റുവേഷൻ ആയി ഇതെന്ത് ചെയ്യേണ്ടതെന്ന് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയിടുക. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഇത് താല്പര്യമില്ല നിങ്ങളുടെ അടുത്ത് വന്ന് അടിയുണ്ടാക്കണം, നിങ്ങളുടെ അടുത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് മെമ്പേഴ്സ് കുറച്ചു പേർക്ക് അത് ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട്. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാര് അതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഒരാളെ വെടിവെച്ചിട്ടുകൊണ്ടാണ് നിങ്ങളുടെ ഒരാളെ ഹോസ്റ്റൽ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കത്തിച്ചു. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു വിട്ടു. അതിനപ്പുറത്തോട്ട് നമുക്ക് പുറത്ത് ഞങ്ങൾക്ക് ഒരു ഗ്രഡ്ജും ഇതൊന്നും ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാനില്ല. ഞങ്ങൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മെമ്പേഴ്സിനെ തൊടുമ്പോ നമുക്ക് സത്യം പറ, ആ സെയിം സാധനം ഞങ്ങൾ ചെയ്തോളൂ. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് വേറെ വെളിയിലും അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ നടന്ന കാര്യം ഇത്രയാണ്.
ഇത് സിറ്റുവേഷൻ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സസ്പെൻഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങളിത് ഇവിടെ വിടുക. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ട് ഞങ്ങളെ അടിച്ചിട്ടവനെ നമ്മളിവിടെ കൊണ്ടുവന്ന് അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് ഞങ്ങൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് നാളെ തൊട്ട് MRC മോക്ക് ചെയ്യാനിരിക്കുകയല്ല ഞങ്ങളിവിടെ. ഞങ്ങള് അങ്ങനെ ഇല്ല, നമ്മളെന്തായാലും നിങ്ങൾ വിട്ടുന്ന നമ്മളെന്തായാലും സസ്പെൻഷനിലുമാണ്. പിന്നെ നമുക്ക് ഒരിക്കലും ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാക്കൂല. നമ്മള് ഇനീഷ്യലി നമ്മൾ ഡൗൺ ആയാലും ഇൻ കേസ് എന്ത് കണ്ടുണ്ടെങ്കിലും നമുക്കതൊരു വാറായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. നമ്മളോട് തൊപ്പിയാണെങ്കിൽ പോലും അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണോ പറയുന്നത് അത് വന്നാണ്ട് ഇവിടെ അതേപോലെ നമ്മൾ കൂടുതലും ചെയ്യാറുള്ളൂ. അത് മാത്രമല്ലല്ലോ, പിന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വാസന അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്, സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മനഃപൂർവ്വം അടിച്ചതല്ല. അത് പിള്ളേർ നമുക്ക് അറിയുന്നതാണ്. അത് ഓൾറെഡി ആ സാത്താനെ ഗൺടൈമിൽ നിർത്തുന്ന സമയത്ത് സാത്താൻ ബാക്കപ്പ് കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്പോട്ടിലാണ് ആ കാറാണ് വന്നത്. അതുകൊണ്ടാണ് അത് ഈ പേര് പറയാത്തെന്ന് പറഞ്ഞ ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അടിക്കും. നിങ്ങളൊരു റെപ്യൂട്ടഡ് ഗ്യാങ് ആയിട്ട് വരുമല്ലേ, അപ്പൊ ആ ഗ്യാങ്ങിൽ ഒരു മെമ്പർ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അവൻ എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവൻ അവിടെ കൊണ പറയുവാണെങ്കിൽ അടിച്ചോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങള് സിറ്റിയിൽ എത്ര പേരായിട്ട് സിറ്റുവേഷൻ ആകും ബ്രോ. എല്ലാരും സൗണ്ട് വെച്ച് തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ നേരെ പോയി എല്ലായിടത്തും നീ പേര് പറഞ്ഞ നീ പേര് പറഞ്ഞില്ല, നിന്നെ അടിച്ചുവല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാവരുമായിട്ട് പ്രശ്നം നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് സോൾവ് ചെയ്യാനോ അടി ഉണ്ടാക്കാനോ മാത്രമേ താല്പര്യം വാസന നമ്മൾ ഇവരടുത്ത് മാക്സിമം പറഞ്ഞത് KV TV നമുക്ക് സിറ്റുവേഷൻ തീരെ എടുക്കരുത് എന്ന് പറയുമ്പോൾ ഇവരൊരു സിറ്റുവേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് പേര് ചോദിക്കുന്നതാണ്. KV ആണെങ്കിൽ TV ആണെന്നുണ്ടെങ്കിലും ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് അവര് മനഃപൂർവ്വം അവരെന്താ പേര് പറയാത്ത ബ്രോ. അപ്പൊ നിങ്ങളെ പേര് ചോദിച്ചാൽ നമുക്ക് MRC ആണെന്ന് പറയാൻ പറ്റൂല കറന്റ്ലി. അവന്റെ പേര് പറഞ്ഞ അവൻ പേരൊന്നും പറഞ്ഞില്ല. വാൺ ചെയ്ത് നമ്മള് ഓരോ വട്ടം വാൺ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബെഞ്ചിലെടുത്തു. നമുക്ക് അങ്ങനത്തെ ഓവർ കൺസിഡറേഷൻസും കമ്മിറ്റ്മെന്റും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കാരണം ഇത് തൊപ്പി അങ്ങനെയാണിത് ബിൽഡ് ചെയ്ത് വെച്ചത്. അപ്പൊ അത് അതിന്റേതായ രീതിക്ക് കൊണ്ടുപോയാൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞതാ. ഇതൊരു ഓൾറെഡി എല്ലാവർക്കും അറിയുന്നല്ല, ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഭയങ്കര ടോക്സിക്കാ. പിന്നെ അതിന്റെ പുറത്ത് ഈ ഒരു വെറുതെ റിലേഷൻ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് ഒരു ഗെയിമിന്റെ പേരില് നമുക്ക് അതിന് താല്പര്യമില്ല. പക്ഷെ നമുക്കത് നമ്മളത് ചെയ്യൂല. നമ്മളെ ഇന്റൻഷൻസ് അതല്ല. ഗെയിമിങ് മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റി ടോക്സിക്കാ. പക്ഷെ ഇത് എന്താ പറയാ, ഇത് 35 ആൾക്കാർ കൂടിയിട്ടുള്ള പരിപാടിയാ. അത് നമ്മളെ കയ്യിൽ ഒതുങ്ങൂല. പിന്നെ അത് ഓസിയൊക്കെ ട്രാക്ക് ചെയ്ത് ഭയങ്കര വൾഗർ. ഇത് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് പോലും ഇത് ഇവിടെ ലൈവ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി. ഞാൻ വിളിച്ചായിരുന്നു അസൻ, ഓർമ്മയുണ്ടോ? ഞാൻ അത്ര ചെറിയൊരു കാര്യം പോലും അങ്ങനെ എന്തോ ആണത്, എന്താ സംഭവം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് അവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചതാണ് ഇത് പറയാൻ വേണ്ടി. മനസ്സിലായി. ഇത് വീട് എല്ലാരും ലീവ്. നമുക്കത് ആരോടൊന്നും പേഴ്സണൽ ക്രെഡിറ്റ്സ് ഒന്നും ഇല്ല. നിങ്ങൾ ആരും അത് തിരിച്ചു വെക്കരുത്, അത്രേ ഉള്ളൂ. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണൽ ക്രെഡിറ്റ് ഇല്ല. ഷേഖേ, നമുക്ക് സിറ്റുവേഷൻ എടുക്കുന്ന ഇതിനകത്ത് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ സോൾവ് ചെയ്ത് സംസാരിക്കുന്ന പരിപാടി എനിക്ക് എന്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഒരു ഗ്രഡ്ജ് ആയിട്ട് വരില്ല. അത് എനിക്ക് പറയാം. കാരണം സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ഞങ്ങളുടെ എതിരെ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. അത് പണ്ടേ അങ്ങനെയാണ്. അത് ആ ഒരു റേജ് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് നമ്മള് ബിൽഡായി വരുന്നല്ലേ ഉള്ളൂ വാസന. അതാണ് പ്രശ്നം. ഇതിപ്പോ നമ്മുടെ ഒരു ഇപ്പൊ വാസന ഇപ്പൊ പറഞ്ഞു നമ്മൾ നിങ്ങളുടെ പണ്ട് തൊട്ടുള്ള രീതി അതാണ്. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ എനിക്കോ ഷെയ്ക്കിനോ ഞങ്ങളുടെ പണ്ട് തൊട്ടേ ഉള്ള രീതി എന്ന് പറയാറായിട്ടില്ല. നമ്മൾ വന്നല്ലേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇനി ബിൽഡ് ചെയ്ത് ഇനി നമ്മുടെ ഒരു ബേസിക് ബിഹേവിയർ അല്ലെങ്കിൽ ബേസിക് ഡെക്കോറം എന്താണെന്ന് നമ്മൾ ഇനിയും ഈ വരുന്ന കാലങ്ങളിലെ നമുക്ക് പോലും മനസ്സിലാവുള്ളൂ. നമ്മൾ ഏത് രീതിക്കായിരിക്കും സിറ്റുവേഷൻസ് റെസ്പോണ്ട് ചെയ്യണത്. അതൊന്നും ഇപ്പോഴും ജഡ്ജ് ചെയ്യാറായിട്ട് ഞങ്ങൾ ആരും. வெரி சிம்பிள்ரா. நம்ம சைடுல இருந்து எதுவும் வராது. ஓகே, ஆனா இதே மாதிரி திருச்சி வந்தா நெக்ஸ்ட் டைம் நல்லா இருக்கும். அത്ര ഉള്ളൂ. ഓക്കെ, ഇത് കൺഫേം ആണ്. நம்ம സൈഡിൽ നിന്ന് എതും വരാതെ നമ്മൾ ലീഡർ പറഞ്ഞു. ഞാൻ ഒരു കാര്യോട് മാക്കിനോടും ഷെയ്ക്കിനോടും പറയുവാണ്. ഷെയ്ക്ക് കാരണം ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ചുകൊണ്ട് പറയുവാണേ. നിങ്ങൾ രണ്ടുപേരും ഇത് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. നെക്സ്റ്റ് ടൈം നിങ്ങളിത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇത് സോൾവ് ചെയ്യണോ വേണ്ടായോ എന്ന് സിറ്റുവേഷൻ എടുത്തവരോട് ചോദിക്കണം. കാരണം നാളെ അവന്മാരുടെ മൈൻഡില് നിങ്ങളായിരിക്കും ഏറ്റവും വലിയ വില്ലനാവുക. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച്
ഞാൻ അത് ഫിക്സ് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ് ഇപ്പൊ. ഇത് എനിക്ക് പറയാൻ ഒരു മടിയില്ല, ആരുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും പറയാൻ മടിയില്ല. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച ആളാണ്. കാരണം പലപ്പോഴും ടി വിക്കകത്തുണ്ടായിരുന്ന മെമ്പേഴ്സ് വന്നിട്ട് സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നില്ല അത് എടുക്കണ്ടെന്ന്. അപ്പൊ പക്ഷെ അവന്മാരുടെ ഉള്ളില് ഓക്കെ ഇത് ഒരു സാധനം വളർന്നു വന്നുകൊണ്ടിരുന്നു ഒരു പെർട്ടിക്കുലർ ടൈമിൽ. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് അടുത്ത വട്ടം ഞങ്ങളുടെ അടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങള് ഇപ്പൊ ടിവിയോ കെവിയോ ആരോ ആയിക്കോട്ടെ, ആരുടെ അടുത്ത് സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എടുക്കുന്നവന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണോ, നിങ്ങൾക്ക് ഇത് ഇതാക്കണോ എന്ന്. അല്ലെങ്കിൽ അവന്മാര് നാളെ നിങ്ങൾക്ക് ഇതിൽ തിരിയും. 100% ഞാൻ ഉറപ്പ് പറയാം. ഷേക്കാൻ മാക്കെ ശരിയാണ്. സ്വാഭാവികമായിട്ടും അവര് നമ്മളെ മൈൻഡിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു ഇതിലായിരിക്കുമല്ലോ അവര് നമ്മുടെ കൂടെ കളിക്കുന്നത്. അതെ, സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ചിന്ത ഉണ്ടാവും. നമ്മൾ നോക്കി ചെയ്യത്തുള്ളൂ. നമ്മൾ ആ സമയത്ത് കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആ പോട്ടറ വേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ അവരുടെ മൈൻഡില് എനിക്ക് എന്നെ ഒരു ഇത് ചെയ്തിട്ട് അവരാരും റിപ്ലൈ തന്നില്ല, അവരാരും ചോദിച്ചില്ല, എനിക്ക് അടി കൊണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതാക്കിയിട്ട് അവര് സിറ്റുവേഷന് പുറകെ പോയില്ല എന്നൊരു സാധനം അവന്മാരുടെ മൈൻഡിൽ ഉള്ളിനകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുക. അത് പിന്നീട് നമുക്കെതിരെയാവും. ഇതിനകത്ത് ഇതിലേക്ക് സാത്താന്റെ വിഷയമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലല്ലോ. എന്താ ഇതിപ്പോ ലോലൻ അടിച്ചല്ലേ? ഓക്കെ നമുക്ക് പോയിട്ട് വരാം. സംസാരിച്ചെന്ന് കേട്ടില്ല.